വെൽക്കം ടു ട്രിക്കി PSC. അപ്പൊ ഇന്ന് നമ്മൾ ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് INC ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് INC. അപ്പൊ INCന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഇട്ടതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ അത് കാണുക, പഠിക്കുക, ശേഷം ഈ റിവിഷൻ ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പൊ കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഞാൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പൊ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് 1885 ഡിസംബർ 28-ാം തീയതിയാണ്. 1885 ഡിസംബർ 28-നാണ് INC രൂപീകരിക്കുന്നത്. INCയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സ്റ്റേഡിയത്തിലാണ്. ഓക്കെ, ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് ആദ്യത്തെ INC സമ്മേളനം നടക്കുന്നത്. പൂനെയിലായിരുന്നു നടത്താൻ തീരുമാനിച്ചത്, പക്ഷെ പ്ലേഗ് കാരണമാണത് മുംബൈയിലേക്ക് മാറ്റിയത്. ഓക്കെ, മുംബൈ എന്ന് പറയുമ്പോൾ അന്നത്തെ ബോംബെ. ഇനി INCയുടെ ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. ഓക്കെ, INCയുടെ ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. INC രൂപീകരിച്ച വ്യക്തി ആരാണ്? AO ഹ്യൂമാണ്. AO ഹ്യൂമാണ് INCയുടെ സ്ഥാപകൻ. അദ്ദേഹം തന്നെയാണ് INCയുടെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്, ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് AO ഹ്യൂമാണ്. ഇനി INCയുടെ ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ആ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 72 പേരാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് G. സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, INCയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് G. സുബ്രഹ്മണ്യ അയ്യർ. അപ്പൊ INCയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ് 1885 ഡിസംബർ 28. INCയുടെ രണ്ടാമത്തെ സമ്മേളനം തൊട്ടടുത്ത വർഷം 1886-ലാണ് INCയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത്. INCയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്ന സ്ഥലം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലാണ് INCയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത്. INCയുടെ രണ്ടാമത്തെ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി. അതായത് INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ദാദാബായ് നവറോജി. ഓക്കെ, ദാദാബായ് നവറോജി. INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയെ കുറിച്ച് പറയുവാണെങ്കിൽ INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. പാഴ്സി മതക്കാരനായ INC പ്രസിഡന്റാണ് ദാദാബായ് നവറോജി. പാഴ്സി മതക്കാരനായ INC പ്രസിഡന്റാണ് ദാദാബായ് നവറോജി. INCയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം ദാദാബായ് നവറോജിയാണ്. INCയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ദാദാബായ് നവറോജി. 3 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാബായ് നവറോജി. 3 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാബായ് നവറോജി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സമ്മേളനം നടന്ന സ്ഥലമാണ് കൊൽക്കത്ത. മൂന്നാമത്തെ സമ്മേളനം 1887. INCയുടെ മൂന്നാമത്തെ സമ്മേളനം 1887 നടക്കുന്നത് മദ്രാസിലാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് പ്രത്യേകത? INC സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ്. ഓക്കെ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ വെച്ച് ആദ്യ INC സമ്മേളനം നടന്ന വർഷം 1887. മദ്രാസ് INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജിയാണ്. ബദറുദ്ദീൻ തിയാബ്ജിയാണ് മദ്രാസ് INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. ഇനി ബദറുദ്ദീൻ തിയാബ്ജിയുടെ പ്രത്യേകത, INC പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ തിയാബ്ജി. ഓക്കെ, INC പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ തിയാബ്ജി. ഇനി തൊട്ടടുത്ത വർഷം 1888 INC സമ്മേളനം നടന്നത് അലഹബാദിലാണ്. 1888 INC സമ്മേളനം നടന്നത് അലഹബാദിലാണ്. ആരായിരുന്നു പ്രസിഡന്റ്? ജോർജ് യൂളാണ്. ജോർജ് യൂളാണ് 1888 അലഹബാദിൽ നടന്ന INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. ഓക്കെ, ജോർജ് യൂളിന്റെ പ്രത്യേകത എന്താണ്? INC പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് ജോർജ് യൂള്. INC പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ. അപ്പൊ ഓർക്കുക, 1885-ലാണ് INC രൂപീകരിച്ചത്. INCയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ബോംബെയാണ്.
രണ്ടാമത്തെ സമ്മേളനം നടന്നത് 1886 കൊൽക്കത്തയിലാണ്. മൂന്നാമത്തെ സമ്മേളനം 1887 മദ്രാസിലാണ്. 1888 നാലാമത്തെ സമ്മേളനം നടന്നത് അലഹബാദിലാണ്. ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് WC ബാനർജിയാണ്. രണ്ടാമത്തെ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ദാദാബായ് നവറോജിയാണ്. മൂന്നാമത്തെ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. നാലാമത്തെ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോർജിയോളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രത്യേകതയുള്ള ഓരോ INC സെഷനാണ്. പ്രീവിയസ് ഇയർ ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1891 INC സമ്മേളനമാണ്. 1891 INC സമ്മേളനം. എന്താണ് 1891 INC സമ്മേളനത്തിന്റെ പ്രത്യേകത? ഈ സമ്മേളനം നടന്നത് നാഗ്പൂരിൽ വെച്ചിട്ടാണ്. 1891 INC സമ്മേളനം നടന്നത് നാഗ്പൂരാണ്. ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് P. ആനന്ദ ചാർലു ആണ്. P. ആനന്ദ ചാർലു ആണ് ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. P. ആനന്ദ ചാർലുവിന്റെ പ്രത്യേകത ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ INC പ്രസിഡന്റാണ് P. ആനന്ദ ചാർലു. അതുകൊണ്ടാണ് ആ ഒരു സെഷൻ ഇമ്പോർട്ടന്റ്. 1891 INC സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. P. ആനന്ദ ചാർലു ആണ് ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ INC പ്രസിഡന്റാണ് P. ആനന്ദ ചാർലു. ഇനി പഠിക്കാനുള്ള INC സെഷൻ 1896 INC സമ്മേളനമാണ്. 1896 INC സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ്. ഓക്കെ, എന്താണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് ഇത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഓർക്കുക. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത്. ഓക്കെ, അപ്പൊ 1896 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത ദേശീയ ഗീതം വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം. തൊട്ടടുത്ത വർഷം 1897 INC സമ്മേളനം. വളരെ പ്രധാനപ്പെട്ട INC സമ്മേളനമാണ്. ഇത് അമരാവതിയിലാണ് നടക്കുന്നത്. 1897 INC സമ്മേളനം നടന്നത് അമരാവതിയിലാണ്. ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരമേനോനാണ്. ചേറ്റൂർ ശങ്കരമേനോനാണ് ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? മലയാളിയായ INC പ്രസിഡന്റ്. INC പ്രസിഡന്റ് ആകുന്ന ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരമേനോൻ. ഓക്കെ, ചേറ്റൂർ ശങ്കരമേനോനാണ് INC പ്രസിഡന്റായ ആദ്യ മലയാളി. അദ്ദേഹം പ്രസിഡന്റായ അമരാവതി സമ്മേളനം നടന്ന വർഷമാണ് 1897. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1905 INC സമ്മേളനമാണ്. വളരെ പ്രധാനപ്പെട്ട INC സമ്മേളനമാണ്. 1905 INC സമ്മേളനം നടക്കുന്നത് ബനാറസിലാണ്. ഓക്കെ, 1905 INC സമ്മേളനം നടക്കുന്നത് ബനാറസിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് 1905 INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ INC സമ്മേളനമാണ് 1905. നമുക്കറിയാം 1905 ബംഗാൾ വിഭജനം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി മുദ്രാവാക്യം ഉയർന്ന INC സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. ആരാണ് അധ്യക്ഷൻ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 1907 INC സമ്മേളനത്തിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. 1907 INC സമ്മേളനം നടന്നത് സൂററ്റിലാണ്. എവിടെയാണ്? സൂററ്റിലാണ് 1907 INC സമ്മേളനം നടന്നത്. പ്രധാനമായും നമ്മൾ പഠിക്കുന്ന സൂററ്റ് പിളർപ്പ് നടന്ന INC സമ്മേളനമാണ് 1907 INC സമ്മേളനം. സൂററ്റ് പിളർപ്പ്. ഓക്കെ, എന്താണ് സൂററ്റ് പിളർപ്പ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ INC സമ്മേളനമാണ് 1907 സൂററ്റിൽ നടന്ന INC സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷാണ്. റാഷ് ബിഹാരി ബോസ് ആണ്
1907 INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഓക്കെ, അപ്പോ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞു INC. അതുകൊണ്ടാണ് സൂററ്റ് പിളർപ്പെന്ന് അത് പറയുന്നത്. മിതവാദികളുടെ പ്രധാനപ്പെട്ട നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. തീവ്രവാദികളുടെ നേതാവാണ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്. ഇവരൊക്കെ തീവ്രവാദികളുടെ നേതാക്കളാണ്. ഓക്കെ, ഇനി 1908 INC സമ്മേളനത്തിലേക്ക് വന്നാല് 1908 INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റാഷ് ബിഹാരി ബോസ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പോയിന്റ്, തുടർച്ചയായ 2 INC സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. ക്ലിയർ ആണല്ലോ? 1907 1908 INC പ്രസിഡന്റ് ആയിരുന്നു റാഷ് ബിഹാരി ഘോഷ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് 1911 INC സമ്മേളനമാണ്. 1911 INC സമ്മേളനം നടക്കുന്നത് കൊൽക്കത്തയിലാണ്. എന്താണ് 1911 INC സമ്മേളനത്തിന്റെ പ്രത്യേകത? നമ്മുടെ ദേശീയ ഗാനം ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം. ഓക്കെ, ദേശീയ ഗാനം ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം. ഇനി പഠിക്കാനുള്ളത് 1916 INC സമ്മേളനമാണ്. ലക്നൌവിലാണ് ഈ സമ്മേളനം നടന്നത്. 1916 സമ്മേളനം നടന്നത് ലക്നൌവിലാണ്. അതായത് നമ്മൾ സൂറത്തിൽ വെച്ച് മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനമാണ് 1911 ലക്നൌ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ AC മജുംദാർ ആണ്. AC മജുംദാർ ആണ് 1916 ലക്നൌ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ AC മജുംദാർ ആണ്. ഓക്കെ, അപ്പൊ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനമാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ സമ്മേളനം കൂടിയാണ് 1916 സമ്മേളനം. അതുപോലെ INCയും മുസ്ലിം ലീഗും കൂടി ഒന്നിച്ച് പങ്കെടുത്ത സമ്മേളനം കൂടിയാണ് 1916 ലക്നൌ സമ്മേളനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 1919 INC സമ്മേളനം നടന്നത് അമൃത്സറിലാണ്. അത് നിങ്ങൾക്കറിയാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ചേർന്ന INC സമ്മേളനമാണ് 1919. അമൃത്സറിലാണ് അത് ചേർന്നത്. ഇനി 1920 വന്നു കഴിഞ്ഞാൽ 1920 ഒരു സ്പെഷ്യൽ INC സെഷൻ വെച്ചിരുന്നു. അതായത് നമുക്കറിയാം 1920 നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നത്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച INC സമ്മേളനം ഒരു സ്പെഷ്യൽ സെഷനാണ് 1920 കൊൽക്കത്തയിലാണ് നടന്നത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് 1920 നടന്ന കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച INC സമ്മേളനമാണ് 1920 നടന്ന കൊൽക്കത്ത സമ്മേളനം. ഇനി 1920 നടന്ന വാർഷിക സമ്മേളനം. 1920 നടന്ന വാർഷിക സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. വിജയരാഘവ ആചാര്യായിരുന്നു അധ്യക്ഷൻ. ഓക്കെ, നാഗ്പൂരിലാണ് 1920 വാർഷിക സമ്മേളനം നടന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് INCയുടെ സ്പെഷ്യൽ സെഷനാണ് 1920 ലാലാ ലജ്പത് റായ് അധ്യക്ഷനായിട്ടുള്ള കൊൽക്കത്തയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തില്. ഇനി 1920 വാർഷിക സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? നാഗ്പൂരിലാണ്. അധ്യക്ഷൻ വിജയരാഘവ ആചാര്യാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 1922 ഗയ സെഷൻ. ഇതിനും പ്രത്യേകതയുണ്ട്. 1922 നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത്. ഓക്കെ, ചൌരി ചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത് 1922 ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് വന്ന ഒരു സമ്മേളനമാണ് 1922 ഗയ സമ്മേളനം എന്ന് പറയുന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ CR ദാസ് ആണ്. CR ദാസ് ആയിരുന്നു 1922 ഗയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി 1923 വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് കാക്കിനഡ സമ്മേളനം. 1923 കാക്കിനഡ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജൗഹർ ആണ്. മുഹമ്മദ് അലി ജൗഹർ ആണ് 1923 കാക്കിനഡ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എന്താണ് പ്രത്യേകത? യെസ്, TK മാധവൻ ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് കാക്കിനഡ സമ്മേളനം. 1924 നമ്മുടെ വൈക്കം സത്യാഗ്രഹം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് TK മാധവൻ
ഐത്തോച്ചാടനത്തിനെതിരെയുള്ള പ്രമേയം പാസാക്കിയ സമ്മേളനം, പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 1923 കാക്കിനഡ സമ്മേളനം. ഈ കാക്കിനഡ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജൗഹറാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് 1924 INC സമ്മേളനത്തിലാണ്. 1924 INC സമ്മേളനത്തിന്റെ പ്രത്യേകത, ഗാന്ധിജി ആദ്യമായി INCയുടെ അധ്യക്ഷനാകുന്ന സമ്മേളനമാണ് 1924. 1924 INC സമ്മേളനം നടന്നത് ബെൽഗാമിലാണ്. 1924 INC സമ്മേളനം നടന്നത്. എന്താണ് പ്രത്യേകത? ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. ആദ്യമായി ഗാന്ധിജി INCയുടെ പ്രസിഡന്റായ സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. തൊട്ടടുത്ത വർഷം 1925 സമ്മേളനം നടന്നത് കാൺപൂരിലാണ്. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, സരോജിനി നായിഡു INCയുടെ പ്രസിഡന്റായ സമ്മേളനമാണ് 1925 കാൺപൂർ സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആനി ബെസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബെസന്റ് അധ്യക്ഷനായത്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബെസന്റ് അധ്യക്ഷനായത്. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് ആനി ബെസന്റ്. INCയുടെ ഇന്ത്യക്കാരിയായ ആദ്യ വനിതാ പ്രസിഡന്റാണ് സരോജിനി നായിഡു. 1925 കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു അധ്യക്ഷയായത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് 1925 വരെ എത്തി. ഇനി 1928 വന്ന ആ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആണ്. 1928 INC സമ്മേളനത്തിന്റെ അധ്യക്ഷ മോത്തിലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 1929 INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ആ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അച്ഛനും മകനും INC തുടർച്ചയായ 2 INC സെഷനിൽ അധ്യക്ഷനായ കേസ്, അത് മോത്തിലാൽ നെഹ്റുവും നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. 1928 മോത്തിലാൽ നെഹ്റു ആയിരുന്നു INCയുടെ അധ്യക്ഷൻ. 1929 ജവഹർലാൽ നെഹ്റു ആയിരുന്നു INCയുടെ അധ്യക്ഷൻ. ഇനി 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകത, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 സമ്മേളനം, പൂർണ്ണ സ്വരാജ്. അതുപോലെ തന്നെ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സമ്മേളനം കൂടിയാണ് 1929 INC സമ്മേളനം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ 1929 ലാഹോർ സമ്മേളനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം കൂടിയാണ്. ഇതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. നടന്നത് ലാഹോറിൽ വെച്ചാണ്. അടുത്തൊരു സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. എന്താണ് പ്രത്യേകത? മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി 1933 വന്നു കഴിഞ്ഞാല് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് നെല്ലിസൺ ഗുപ്തയാണ്. എന്താണ് നെല്ലിസൺ ഗുപ്തയുടെ പ്രത്യേകത? INCയുടെ പ്രസിഡന്റ് ആകുന്ന 3ാമത്തെ വനിതയാണ് നെല്ലിസൺ ഗുപ്ത. ആദ്യ വനിത ആനി ബെസന്റ് ആണ്. 2ാമത്തെ വനിത സരോജിനി നായിഡു ആണ്. 3ാമത്തെ വനിത നെല്ലിസൺ ഗുപ്തയാണ്. 1933 നെല്ലിസൺ ഗുപ്ത INCയുടെ പ്രസിഡന്റ് ആയത്. ക്ലിയർ ആണല്ലോ? നമ്മൾ പറയുന്നത് 1937 INC സമ്മേളനമാണ്. 1937 INC സമ്മേളനം നടന്നത് ഫൈസ്പൂരിലാണ്. ഓക്കെ. 1937 INC സമ്മേളനം നടന്നത് ഫൈസ്പൂരിലാണ്. ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. ഈ സമ്മേളനത്തിന് 2 പ്രത്യേകതയാണുള്ളത്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന ആവശ്യമുയർന്ന സമ്മേളനമാണ് ഫൈസ്പൂർ സമ്മേളനം. അതുപോലെ INCയുടെ ചരിത്രത്തിൽ ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം കൂടിയാണ് ഇത്. ഓക്കെ. 1937 ഫൈസ്പൂർ സമ്മേളനം ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. 2 പ്രത്യേകത, ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ INC സമ്മേളനമാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന് ആവശ്യപ്പെട്ട INC സമ്മേളനമാണ്.
1938 വന്നാല് 1938 INC സമ്മേളനം നടന്നത് ഹരിപുരയിലാണ്. 1938 INC സമ്മേളനം നടന്നത് ഹരിപുരയിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് INCയുടെ അധ്യക്ഷനാകുന്ന ആദ്യ സമ്മേളനമാണ് 1938 INC സമ്മേളനം ഹരിപുരയിലാണ് നടന്നത്. ഇനി തൊട്ടടുത്ത വർഷം 1939 INC സമ്മേളനത്തിനാണ് ഒട്ടനവധി പ്രത്യേകതകളുള്ളത്. 1939 INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. INCയുടെ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനമാണ് 1939 സമ്മേളനം. ഇത് നടന്നത് ത്രിപുരയിലാണ്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് INCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഗാന്ധിജിയുടെ പ്രതിനിധിയായി പങ്കെടുത്തത് പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യയും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ മത്സരിച്ച് സുഭാഷ് ചന്ദ്രബോസാണ് വിജയിച്ചത്. അങ്ങനെയാണ് 1939 ത്രിപുരി സമ്മേളനത്തില് INC പ്രസിഡന്റായിട്ട് സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ INCയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കുന്നുണ്ട്. ശേഷം രാജേന്ദ്ര പ്രസാദ് INCയുടെ പ്രസിഡന്റ് ആവുന്നുണ്ട്. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കണം. INCയിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കുകയും പിന്നീട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നു. അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ 1939 INCയുടെ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നു. പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കുകയും തുടർന്ന് രാജേന്ദ്ര പ്രസാദ് INCയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1942 INC സമ്മേളനമാണ്. 1942 INC സമ്മേളനം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട INC സമ്മേളനമാണ്. 1942 INC സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട INC സമ്മേളനമാണ് 1942 ബോംബെ സമ്മേളനം. ഈ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് 1942 നടന്ന INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ 1947 വന്നു കഴിഞ്ഞാല് 1947 മീററ്റിലാണ് INC സമ്മേളനം നടന്നത്. ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് JB കൃപലാനിയാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു INC പ്രസിഡന്റ് എന്ന ചോദ്യത്തിന് ഉത്തരം JB കൃപലാനിയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INCയുടെ പ്രസിഡന്റ് JB കൃപലാനി. ഇനി 1948 INCയുടെ സമ്മേളനം നടന്നത് ജയ്പൂരിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. ഓക്കെ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം INCയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് JB കൃപലാനിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം INCയുടെ പ്രസിഡന്റായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പ്രാധാന്യമുള്ള ഒരു INC സെഷനാണ് 1955 ആവടി സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യലിസം എന്ന് പറയുന്നത് INCയുടെ മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ച INC സമ്മേളനമാണ് 1955 ആവടി സമ്മേളനം. സോഷ്യലിസം 1955 ആവടി സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് INCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. സേഫ്റ്റി വാൽവ് തിയറി എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഞാൻ വളരെ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പീഡിൽ റിവൈസ് ചെയ്തത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവര് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് അതിൽ പോയിട്ട് ക്ലാസ് കാണുക. ശേഷം നമ്മുടെ റിവിഷൻ ക്ലാസ് കൂടി കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് പക്കയായി മനസ്സിലാകും.
ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് INC-യിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ഇതിനു മുമ്പുള്ള പരീക്ഷകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ INC വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇപ്പോ 10th ലെവൽ പ്രിലിമിനറി ആയാലും 12th ലെവൽ പ്രിലിമിനറി ആയാൽ കൂടി നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി പഠിക്കുക. വീണ്ടും അടുത്തൊരു റിവിഷൻ ക്ലാസ്സുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.